സല്ലല്ലാഹു അലൈഹി വസല്ലമ സലാം വീട്ടിയ ഉടനെ തങ്ങളിൽ നിന്ന് ബഹിർഗമനമായി അല്ലാഹു അക്ബർ. അതാണ് നമസ്കാരം സലാം വീട്ടിയതിൻ്റെ ശേഷം ഉണ്ടായി പറയുന്നത്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 3 പ്രാവശ്യം, പടച്ചോനെ നിന്നോട് പാപമോചനം തേടുന്നു. എത്ര പ്രാവശ്യം തിരുമേനി തന്നെ ഒരു തെറ്റും ചെയ്യാത്ത പാപ സുരക്ഷിതത്വം ലഭിച്ചിട്ടുള്ള പ്രവാചകൻ പലതവണ ദിനം പ്രതി പറയുന്നൊരു കാര്യം അസ്തഗ്ഫിറുല്ലാഹ്, പടച്ചോനെ പുറത്തു തരണേ. അത് 3 പ്രാവശ്യം. അതിൽ വേറെ ഒന്നും കൂട്ടാനില്ല, അസ്തഗ്ഫിറുല്ലാഹ് ഉള്ളൂ. അതിൻ്റെ അങ്ങേപ്പുറം ഒന്നും കൂട്ടാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പറഞ്ഞ കാര്യം എന്നിട്ട് തുടർന്ന് പറയുന്നു, അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുവേ അൻതസ്സലാം, നിന്റെ അടുക്കൽ നിന്ന് നീയാണ് സമാധാനം, ശാന്തി. സലാം, അസ്സലാം എന്നുള്ളത് റബ്ബിൻ്റെ നാമമാണ്. നീയാണ് ശാന്തി, സമാധാനം. ഒമിൻകസ്സലാം, നിന്റെ അടുത്ത് തന്നെയാണ് അത് ഉണ്ടാകേണ്ടതും. ഓരോ മനുഷ്യന്മാർ മനസ്സിന് സുഖമില്ലാതെ വാരുകയാണ്, കഷ്ടപ്പെടുകയാണ്, പ്രയാസപ്പെടുകയാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, നാം നമ്മെ റബ്ബിനെയാണ് ഏൽപ്പിച്ചാൽ പിന്നെ ഒന്നുമില്ല, പടച്ചോൻ കണക്കാക്കിയത് വരും. അതിൻ്റെ അങ്ങേപ്പുറം ഒന്നും ഉണ്ടാവില്ല. അതൊരു വല്ലാത്ത സമാധാനം തന്നെയാണ്. അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം, പടച്ചോനെ നീ സമാധാനമാണ്, ശാന്തിയാണ്, നിന്നിൽ നിന്നാണ് അതുണ്ടാകേണ്ടത്. തബാറക്ത യാദൽ ജലാലി വൽ ഇക്റാം, അത്യുദാരനായ റബ്ബേ, അത്യുന്നതനായ റബ്ബേ, നീ അനുഗ്രഹപൂർണനാണ് എന്നും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഓരോരുത്തരും, ഇപ്പോൾ ഒരു 100 ആളുകൾ കൂടിയ ജമാഅത്താണ് നടക്കുന്നതെങ്കിൽ അത് 100 പ്രാർത്ഥന തന്നെ അവിടെ ഉണ്ടാവും. എല്ലാം കൂടി ജമ്മാക്കിയിട്ട് ഒരാൾ പ്രാർത്ഥിക്കുക, അതിന് ബാക്കിയുള്ളവർ ആമീൻ പറയുക. അങ്ങനത്തെ ഒരു ഏർപ്പാടേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന്റെ അന്ന് മുതൽക്ക്, നമസ്കാരം നിർബന്ധമായ അന്ന് മുതൽക്ക് ലക്ഷക്കണക്കിന് സഹാബത്തും അങ്ങനെ ഒരു ഏർപ്പാടേ നടത്തിയിട്ടില്ല. നബി പറയാ, നബിനേക്കാളും വലിയ ആളില്ലല്ലോ, ആ ദ്വായര് ആമീൻ പറയാ സ്വഹാബികൾ അല്ല. നബി വേറെ തന്നെ ദ്വായിരുന്നു, സ്വഹാബികൾ മൗമൂമിങ്ങൾ അവർ വേറെ തന്നെ ദ്വായിരുന്നു. ഓരോരുത്തരും ദ്വാരക്കാനുള്ളത് പഠിപ്പിക്കുകയും ചെയ്തു. അനന്തരം താൻ റബ്ബിനോട് പറയേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്, അതൊക്കെ തന്നെയും പറയാനുള്ള അവസരവും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മനസ്സിലാക്കി. 2 പ്രാർത്ഥനാ വേള സമയം, ഒന്ന് ജൗഫുല്ലയിൽ, രാത്രിയുടെ അന്ത്യയാമത്തിലുള്ള പ്രാർത്ഥന, അത് വിശദീകരിച്ചതാണ്. അതുപോലെ തന്നെ ദുബുർസലാത്ത്, നമസ്കാരത്തിന്റെ നിർബന്ധ നമസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകളും ദുആകളും, ഇത് രണ്ടും ഇസ്തിജാബത്തിന് ഉത്തരം ലഭിക്കുവാൻ ധാരാളം സാധ്യതകൾ ഉള്ളതാണെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടുന്ന് പറഞ്ഞു, ഇത് പതിവാക്കണം. ഒരു കൂട്ടർ ഒന്നായിട്ട് പ്രാർത്ഥന ഏകീകരിപ്പിച്ചു, ഒരാൾ പ്രാർത്ഥിച്ചാൽ മതി, ബാക്കിയുള്ളവർ ആമീൻ പറഞ്ഞാൽ മതി. വേറെ കൂട്ടർ നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ എന്താ മൂടും തട്ടി പോകുന്നൊരു ഏർപ്പാട്. ഇത് രണ്ടുമല്ല ശരി. ഉള്ള സമയം നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. നിർബന്ധിത അവസ്ഥയിൽ പോകേണ്ടതുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നടന്നിട്ടോ നിന്നിട്ടോ ഇരുന്നിട്ടോ ഒക്കെ ദിക്ർ ചെയ്യാം, അത് വേറെ കാര്യം. എന്നിട്ട് ഇത് സംബന്ധിച്ച് നമുക്കറിയാം, പലപ്പോഴും ഉണ്ടാകാറുള്ളത് ഈ ഏകീകരണമാണ്. അതിന് ഫത്ഹുൽ മുഈനിൽ തന്നെ അത് സംബന്ധിച്ചുള്ള വിശദീകരിച്ച് എടുത്ത് പറയുന്ന അമ്മൽ ഇമാമും ഇദാ തറക്കൽ ഖിയാമ മിൻ മുസല്ലാഹു, ഇമാമ് സലാം വിട്ടി അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാദൽ ജലാലി വൽ ഇക്റാം അത്രയും ഇരുന്നിട്ട് പറയും. അത് തന്നെ എന്തിനു വേണ്ടിയെന്ന് പറയോ, അവിടെ നിന്ന് പള്ളിയിൽ നിന്ന് ആളുകൾ പിരിഞ്ഞു പോകുമ്പോൾ ആൺ പെൺ സങ്കലനം ഉണ്ടാകാതിരിക്കാൻ. എന്താ അങ്ങനെ? പെണ്ണുങ്ങൾ ആദ്യം പള്ളിയിൽ നിന്ന് പോകണം, അവിടെ ഇഖ്തിലാത്ത് ഉണ്ടാകരുത്. അതിനു വേണ്ടിയുള്ള സംവിധാനമാണ് ഇത്രയും നേരം നബി അവിടെ ഇരിക്കുന്നത്. സലാം വിട്ടിയ ഉടനെ അവർക്ക് വീട്ടിൽ നിന്ന് ആവാം, അതുപോലെ തന്നെ സൗകര്യപ്പെടുന്ന മറ്റ് കേന്ദ്രങ്ങളിലാവാം, യാത്രയിലും നടത്തത്തിലും ആവാം. ഏതായാലും അവിടെ നിന്ന് എഴുന്നേൽക്കുന്ന അല്ലദീ ഹുവ അഫ്ളലുഹു, അതാണ് ഇമാമിന് ഏറ്റവും അഭികാമ്യം. ഫൽ അഫ്ളൽ, ഇനി അങ്ങനെ കഴിഞ്ഞില്ല നിൽക്കുക. പിന്നെ തൊട്ടടുത്തത് ജഅലു യമീനിഹി ഇലൽ മൗമൂം, തൻ്റെ വലത് ഭാഗം മൗമൂമിങ്ങളുടെ നേരെ വെക്കുകയും ഇടത് ഭാഗം ഖിബലയുടെ ഭാഗവും. ഇത് ഫത്ഹുൽ മുഈനിൽ പറഞ്ഞിട്ടുള്ള നേർക്ക് നേരെ ഏറെക്കുറെ ഓതാൻ പോണോലൊക്കെ പ്രഥമമായി പാരായണം ചെയ്യുന്ന ഗ്രന്ഥത്തിൽ പഠിപ്പിക്കുന്നു. പക്ഷേ ഏട്ടിലൊന്ന് നാട്ടിൽ മറ്റൊന്ന്. ഇവിടെയാണ് വിമർശനം പ്രസക്തമായി മാറുന്നത്. എന്നാൽ പോകണ ഇമാം അവിടുന്ന് എണീക്കണം എന്ന് പറഞ്ഞാൽ അത് ദുആ ദിക്റിന് എതിരാവോ? ഇല്ല. അദ്ദേഹം മറ്റൊരു സ്ഥലത്ത് വന്നിട്ട് ആ കർമ്മം നിർവഹിക്കുന്ന അദ്ദേഹത്തിനും റബ്ബുമായുള്ള ബന്ധം സുസ്ഥാപിതമാകേണ്ടതുണ്ട്.
ദിക്റുകളിലൂടെയും ദുആകളിലൂടെയും നിരവധി വിഷയങ്ങൾ തൻ്റെ റബ്ബിനോട് സമർപ്പിക്കാനുണ്ട്. അതിലെ അസുലഭ സന്ദർഭമാണ് ആ നിർബന്ധ നമസ്കാരത്തിന് ശേഷമുള്ള സമയം. അത് ഉപയോഗപ്പെടുത്തണം, നഷ്ടപ്പെടുത്തരുത്. അങ്ങനെ വന്നാൽ പരാജയപ്പെടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് സംബന്ധിച്ച് പറയുന്നതും നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.